ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ ഇറങ്ങുകയാണ്. ഒരു 7 മണി സമയം. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം ഭാഗത്തേക്ക് പോവാണ്. അതായത് കക്ക കളക്ട് ചെയ്യുന്നതും അത് ലേലത്തിൽ വിൽക്കുന്നു. അങ്ങനത്തെ ഇപ്പോൾ കക്കയുടെ സീസണാണ്. കല്ലുമ്മക്കാന്ന് പറയില്ലേ, അതന്നെ. അപ്പോൾ വിഴിഞ്ഞത്തുണ്ട്, കോവളം മെയിൻ ബീച്ചിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ കോവളം അവിടെയല്ല പോകുന്നത്, വിഴിഞ്ഞം അതായത് പള്ളിയുടെ അടുത്ത് ഒരു സ്പോട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാം, അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ വിഴിഞ്ഞം എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം വലിയ പള്ളിയുള്ള ഭാഗത്താണ്. 2 പള്ളിയുണ്ട്. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാനായിട്ട്, ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ കക്ക വാരലൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഈ കടലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ശരിക്കും ബീച്ചിൽ അവിടെ ശരിക്കുമുള്ള സ്ഥലത്ത് ആ മാർക്കറ്റിന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന് മുന്നേ ഉള്ള കാഴ്ചയാണ്. ഓ എന്ത് ഭംഗിയല്ലേ. ഓക്കെ, സോ നൈസ്. കടൽ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമായൊരു കാഴ്ച വേറെ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കടൽ. പാറയിൽ വന്നിങ്ങനെ അടിച്ചടിച്ച് ചെറിയ പായലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, അത് കാണാൻ എന്ത് ഭംഗിയല്ലേ. കുറച്ച് ഈ പാറക്കൂട്ടങ്ങളുടെ ആ ഇടയ്ക്കായിട്ട് 2-3 വള്ളത്തിൽ ആൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കക്കയുമായി ബന്ധപ്പെട്ട് കക്ക ക്യാച്ചിങ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് ഇത് ലേലത്തിൽ വിൽക്കുന്ന ഭാഗം ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. കക്ക പഴയ പോലെയൊന്നുമല്ല. കക്കയുടെ കല്ലുമ്മക്കയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു കുട്ടയ്ക്ക് 6000 രൂപയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്തൊരു 350 എണ്ണം ഉണ്ടാവും. എണ്ണത്തിൽ വാങ്ങുകയാണെങ്കിൽ 100 എണ്ണത്തിന് ഇവിടെ ഇപ്പോൾ 1500 രൂപ, ആ റേറ്റിലാണ് പോകുന്നത്. കാര്യം ഒരു ഗോൾഡ് പോലെയാണ് ഇപ്പോൾ കക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ സീസണും കൂടിയാണ്. ഈ കാഴ്ച എത്ര കണ്ടാലും മടുക്കില്ല. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, വലിയ വെയിലായിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 7:30. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ലൈറ്റ് ഹൗസ് കാണാം, കോവളം ലൈറ്റ് ഹൗസ്. ഞാൻ ആക്ച്വലി ഇവിടെ ഇറങ്ങിയത് സതീഷിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. മിസ്റ്റർ സതീഷ് കോവളം, ഇദ്ദേഹമാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം സെറ്റ്. അപ്പോൾ നമ്മൾ കക്ക വാരുന്ന കാണാൻ പറ്റുമോ? ആണോ? ഓക്കെ, അതുണ്ട്. പാറകളുടെ അവിടെ 3 ബോട്ടിലായിട്ട് ആൾക്കാരിങ്ങനെ മുങ്ങി എടുക്കുന്നു. അത് പറ്റുമോ കാണാനായിട്ട്? ഓക്കെ, അത് കഴിഞ്ഞ് കക്ക ലേലത്തിൽ വിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മുടെ അദാനി പോർട്ട് കാണാം ആ സൈഡിൽ. അത് പള്ളിയുണ്ട്, ചെറിയ പള്ളി, വലിയ പള്ളി. അങ്ങോട്ട് നോക്കിയാൽ അദാനി പോർട്ടിൻ്റെ ആ ഭാഗം ഭയങ്കര റിസ്ക്കി ആയിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നും. അതായത് ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ബോട്ടിൽ, ചെറിയ വള്ളത്തിൽ ആൾക്കാരുണ്ട്. അതിൽ ഓരോ ആൾക്കാരായിട്ട് വെള്ളത്തിൽ ചാടി മുങ്ങിയാണ് കക്ക പാറയിൽ മുങ്ങിയിട്ട് പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കക്കേനെ എല്ലാം കുത്തി കളക്കണം. അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗാഡ്, അത് ചാടുന്നത് കാണാം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് അതിനകത്തുനിന്ന് ഒരാൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് പോകും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പൊങ്ങി വരും. വെള്ളത്തിൽ നിന്ന് ഒരാൾ പൊങ്ങി ചാടി വെള്ളത്തിലേക്ക്. കുറച്ച് നേരം കഴിഞ്ഞ് ആ പുള്ളിക്കാരൻ കുറേ കക്കയായിട്ട് പൊങ്ങും. ഈ പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുത്തി ഇളക്കമാണ് കേട്ടോ, ഭയങ്കര പാടാണത്. അങ്ങനെ എൻ്റെ ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ടാണ് അവരിത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും പൈസ എത്ര കൊടുത്താലും അത് കൂടുതലാണില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത്രയും കഷ്ടപ്പാടാണല്ലോ ഇത്, റിസ്ക്കാണ്. അതെ ഓക്കെ, വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കണ്ടു ശോ. അതെ, തിരിച്ചു കയറി. ഒരാൾ ചാടാൻ പോണു, ചാടും. എൻ്റെ ദൈവമേ, അയ്യോ. ആ നേരെ കാണുന്നതാണ് നമ്മുടെ അദാനി പോർട്ട്. കണ്ടു തുടങ്ങി. ഇതൊക്കെ വളരെ ഹൈ സെക്യൂരിറ്റി ഏരിയാസാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ഓഫീസ് ഏരിയയെല്ലാം കാണാം. ആൾക്കാർ ലേലം വിളിക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ മെയിനായിട്ട് ലേലം വിളിക്കുന്ന ആളാണ്. എൻ്റെ മൊത്തം 10ൻ്റെ ആളാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ലേലം വിളിക്കാനായിട്ട്. കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട്. ബക്കറ്റൊക്കെ കാണാൻ പറ്റുമല്ലേ. ഇപ്പോൾ നമ്മൾ അവിടെ വെള്ളത്തിൽ ആൾക്കാർ ചാടി
എടുത്ത് 3-4 വള്ളം കണ്ടില്ലേ, ആ ആൾക്കാർ ആവശ്യത്തിനായി കഴിയുമ്പോൾ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ലേലം വിളിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം, ലേലത്തിൽ വാങ്ങുകയും ചെയ്യാം. ഈ ചിപ്പി എടുക്കാൻ പോകുന്ന വള്ളങ്ങളെ കുറവാണോ, കുറച്ച് പേരേ ഉള്ളൂ? ഒരു 40-50 വെള്ളം ആണല്ലോ. ഇപ്പൊ ഞങ്ങളൊരു 3-4 പേരെ കണ്ടു ഈ ഭാഗത്ത്, ഈ പാറയുടെ അവിടെ. ഒരുപാട് വെള്ളം കിടക്കുന്നു. നിങ്ങൾ നിന്നില്ലേ അതിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് നേരെ കുറച്ചുകൂടെ അങ്ങോട്ട് വന്നാലേ ഇങ്ങോട്ട് കയറി പോകുമ്പോഴും കാണാം. ഇനിയിപ്പോ വരാൻ സമയങ്ങളായി, അപ്പൊ ഒരുമിച്ച് കാണാൻ പറ്റും. കുറെ പേര് വരും അല്ലേ? അതൊരു ഇപ്പോഴും നിങ്ങൾ അവിടെ നിന്ന സമയത്ത് എല്ലാം 10-30 വെള്ളം ഇവിടെ കിടക്കും. ആണോ? ഞാനൊരു 4-5 കണ്ടു. പിന്നെ നമ്മുടെ സമുദ്രയിൽ കുറച്ച് വെള്ളമുണ്ട് ആ ഭാഗത്ത്, കോവളം ബീച്ചിന്റെ ആ ഭാഗത്ത്. ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പൊ അവരെല്ലാം വരും, വന്നു കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ട് ലേലം വിളിയുണ്ട്. പിന്നെ ഇത്രയും ബോട്ട് വെറുതെ ഇങ്ങനെ കിടക്കുന്നത് എവിടെ പോവാൻ, എപ്പോ പോകും ഇവരെല്ലാം? അത് മീൻ പിടിക്കാനായിരിക്കും. ഇതൊക്കെ ഇവിടെ ഉള്ള വള്ളങ്ങളാണ്. അതിനപ്പുറത്ത് കാണുന്നതെല്ലാം വിദേശികളാണ്. വിദേശികൾ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സ്ഥലങ്ങളിൽ ഇപ്പുറത്തെ സ്ഥലങ്ങൾ വലിയ പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ്. ഇവരെല്ലാം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട്സ് ആണല്ലോ. എപ്പോഴാണ് പോകുന്നത് ഇതൊക്കെ? ഇവരെല്ലാം ഓരോരോ സമയമുണ്ട്. ആണ് അല്ലേ? പകലിലും പോകും, രാത്രിയും പോകും. അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ വരാനായിട്ട് കക്കയുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. കക്കയുടെ ആൾക്കാരുമാരെ, കാരണം സീസൺ തീർന്നു. മനസ്സിലായി. ഇതാണ് ഇവിടുത്തെ മെയിൻ. പേരെന്തായിരുന്നു? എന്റെ പേര് ഹസൻ. ഓക്കെ. ഇത് മുസ്ലിം മേഖല, പിന്നെ ക്രിസ്ത്യൻ മേഖല. എല്ലാവരും മറ്റുള്ള എല്ലാവരും തീരദേശത്ത് രണ്ടുപേരാണ് ഇപ്പൊ ഉള്ളത് മെയിനായിട്ട്. ഇതൊക്കെ വന്ന് കിടക്കുന്ന ഒരുപാട് വള്ളങ്ങൾ പോയി, ബോട്ടുകളൊക്കെ ഒരുപാട് പോയി. സീസൺ തീർന്നപ്പോ അവരൊക്കെ അങ്ങ് പോയി. രാത്രി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ കടൽ മൊത്തം നിങ്ങൾ കണ്ട ഭാഗം അത്രയും ലൈറ്റ് ആയിരിക്കും. ഭയങ്കര രസമായിരിക്കും കാണാൻ, മനോഹരമായ കാഴ്ചയായിരിക്കും. അത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഷെഡ്സ് ആണ്. അപ്പുറത്തെ സൈഡിൽ അപ്പാർട്ട്മെന്റ് ആയിട്ട് കാണുന്ന താമസിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ബാക്ക് സൈഡ്, അപ്പുറത്തെ സൈഡ് മുഴുവൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അത് രാത്രി വരണം, ഈവനിങ് ആയി കഴിയുമ്പോൾ അവിടെയൊക്കെ ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഓ യെസ്, സീ ഫുഡ് ഹബ്ബാണ് ആ ഭാഗം മുഴുവൻ. നമുക്ക് ഇരിക്കാമല്ലോ. വെയിറ്റിംഗ് ആണ് കേട്ടോ, ലേലം വിളി ആയിട്ടില്ല, വരാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരുപാട് ആൾക്കാർ വിൽക്കാനായിട്ട് വാങ്ങുന്നവരുണ്ട്, ഹോട്ടലുകാരുണ്ട്, അല്ലാത്ത വീടുകളിൽ നിന്ന് വന്നവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. കൂടുതൽ ആൾക്കാർ ബോട്ടിൽ വന്നിട്ട്, വള്ളത്തിൽ വന്നിട്ട് കക്ക വരുന്നതിൻ്റെ ആ കാഴ്ച കാണാം. അത് വേറൊരു സ്ഥലത്ത്, കുറച്ചുകൂടെ ഇങ്ങോട്ട്. ഞാൻ അതുകൊണ്ട് ആ ലേല സ്ഥലത്ത് എത്താറായില്ല. അവരിപ്പോഴും വർക്കിലാണ്. ഇങ്ങോട്ട് വന്ന് കാണാം. നോക്കൂ, കംപ്ലീറ്റ് വള്ളങ്ങൾ. ഈ വള്ളത്തിൽ വരുന്ന ആൾക്കാരിൽ ഒരാൾ വള്ളത്തിൽ ഇരിക്കും, ബാക്കി ആൾക്കാർ വെള്ളത്തിലേക്ക് ചാടുന്നു. അത് വിഴിഞ്ഞം പോർട്ടാണ് നമ്മുടെ അദാനി പോർട്ട്. അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്, MSC എന്ന പേരുള്ള കപ്പൽ കാണാം പോർട്ടിൽ. ആൾക്കാരെ നോക്കും, എൻ്റെ ദൈവം, ഇവിടെ ഇങ്ങനെ നിറച്ച്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ കക്കയുടെ ഈ വാരലാണ്, കക്ക ഹാർവെസ്റ്റിങ്. നല്ല വേവ്സ് ഉള്ള സ്ഥലം കേട്ടോ, അവിടെയാണ് അവർ മുങ്ങുന്നത്. ഈ ഒരു കംപ്ലീറ്റ് സെക്ടർ അവർ കൈയടക്കിയിട്ടുണ്ട് ഈ ഒരു സമയം. ഇനി ഇവരെല്ലാവരും തിരിച്ച് കയറിയാൽ മാത്രമേ അവിടെ ലേലം വിളി നടക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അവിടെ നിന്ന് ചൂണ്ടയിടുന്നു, അടിപൊളി. എന്ത് കിട്ടുമെന്നറിയാം. അവിടെ ഒരാൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, ഫ്രഷ്. കുറച്ച് ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ആവോലി പോലുള്ള മീനൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇവന് ജീവനുണ്ട് കേട്ടോ. പാവല്ലേ, ഷോ കാറ്റത്ത് പാവം പാവം പാവം. അയ്യോ, പിടിച്ചു. ആഹാ, അപ്പോൾ ഇതെല്ലാം ജീവനോടെ കിടന്ന് പഠിക്കുന്നുണ്ടാവുമല്ലോ അകത്ത്. നോക്കൂ, ഇത്രയും മീനിനെ ആ ചൂണ്ടയിൽ ആ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് പിടിച്ചതാണ്. ഇവിടെ നിന്ന് പലതരം വെറൈറ്റീസ്, പലതരം ഉണ്ട് കേട്ടോ, എല്ലാം ഒരു ഐറ്റം അല്ല. ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവരാണ്
റിയൽ ലൈഫ് ഹീറോസ് എന്ന് ഞാൻ പറയും. നമുക്ക് അത്രയ്ക്കൊരു അപ്രിസിയേഷനും ഒരു ഹീറോ വർഷിപ്പും തോന്നും ഈ കടലിൻ്റെ മക്കളെ കാണുമ്പോൾ. അവരത്ര ഡെയർ ഡെവലായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കഠിനാധ്വാനികളാണ്. ഇത് വേറെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത റിയൽ ലൈഫ് ഹീറോസാണ്. ഇത്രയും വള്ളത്തിൽ ഈ ഒരു തിരയുടെ ഇടയിൽ, പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒന്നും അത് ബാലൻസിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഇവരാണ് ഇവിടെ നിന്ന് ബോട്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മളെല്ലാവരെയും സഹായിച്ചത്. ആ സമയത്താണ് എല്ലാവരും ഇവരെക്കുറിച്ച് ഓർമ്മിച്ചതും ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് മറന്നു പോകും. പക്ഷേ ഇവിടെയൊക്കെ വന്ന് കാണണം ഇതുപോലെയുള്ള കാഴ്ചകൾ. ഇത് മോർണിംഗ് വൈബ്സ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എൻ്റെ രാവിലെ കാഴ്ചകൾ അതിമനോഹരം. ഇപ്പം ഇച്ചിരി വെയിൽ വന്നേ ഉള്ളൂ. വന്ന സമയത്ത് നല്ല പ്ലസൻ്റ് ആയിരുന്നു. ലേലം വിളി തുടങ്ങി, അവിടെ ആൾക്കാർ വന്നു തുടങ്ങി. അവിടുത്തെ തിരക്ക് കണ്ടോളൂ. റാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളിയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ ചിപ്പി ഇവിടെ സെയിലിനായിട്ട് കൊണ്ടുപോകുന്നത്. ലേലം വിളിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും. വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത് അല്ലേ. എന്നിട്ട് ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഫിഷിൻ്റെ വിൽക്കുന്ന കടകളിലെല്ലാം പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ കൊടുക്കുന്നുണ്ട് അല്ലേ റാഫി. അപ്പോൾ റാഫീനെ ബന്ധപ്പെട്ടാൽ മതി. ഇത് ഫ്രഷായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ തന്നാൽ മതി, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അകത്ത് നാരൊക്കെ മാറ്റുമോ? മാറ്റും. പക്ഷേ ഈ കറുപ്പ് മാറ്റൂല അല്ലേ? അത് നമ്മള് പോവും അല്ലേ? ആണോ? ഓക്കെ. അകത്തുള്ളൊരു സാധനം ഉണ്ടല്ലോ ചകിരി പോലെ ഇരിക്കുന്നത്, അത് ഇങ്ങനെ ആക്കിയാണ് കൊടുക്കുന്നത് അല്ലേ എല്ലാവർക്കും? അറുന്നൂറ് രൂപ, 4600, 600, 600, 50, 700 രൂപ, 700, 750, 800 രൂപ, 4800, 850 രൂപ, 50, 50, 900 രൂപ, 4900, 950, 50 രൂപ, 50, 4950 രൂപ. കുട്ടിയുണ്ടോ? 950, 5000 രൂപ, 5000 കുട്ടിയുണ്ടോ? 50, 50 രണ്ട് പേര്, 50, 50, 50, 5050, 50 കുട്ടിയുണ്ടോ? 50 കുട്ടിയുണ്ടോ? 100 കുട്ടിയുണ്ടോ? 5100 രൂപ. 5100 രൂപയ്ക്കാണ് ഇത് ലേലത്തിൽ പോയിരിക്കുന്നത്. ഈ ഒരു കൊട്ട നിറച്ച് ഈ ലെവലിലാണ് ലേലം വിളിക്കുന്നത്. 4500 സ്റ്റാർട്ട് ചെയ്തിട്ട് 5100 അതിൽ ഫിനിഷ് ചെയ്തു. ഇനി ഇഷ്ടംപോലെ വരും ഇതുപോലെ ലേലത്തിൽ വാങ്ങാനാണ് ഈ ആൾക്കാർ അത്ര നിൽക്കുന്നത്. കൂട്ടത്തിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഒരു പ്രാവശ്യം നമ്മളും മേടിക്കും. അടുത്തത് വരുന്നു. ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 500 ഇവിടുത്തെ വിളിയാണ്. 500 കുട്ടിയുണ്ടോ? 1500 ചൂണ്ടയിൽ പിടിച്ച ആളത് വീണ്ടും ഒരു ചൂണ്ട ആ പിടിച്ച മീനൊക്കെ എനിക്ക് തന്നിരുന്നു. ഇത് ഭയങ്കര തുടരുത്, ഇത് ഭയങ്കര മുള്ള സംഭവം. എടുത്തോളൂ. ആണോ? ഓക്കെ. ക്ലീൻ ചെയ്ത് തരുമോ അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ ലേലവിളി കണ്ടല്ലോ. അപ്പോൾ പല റേറ്റിന് പോകുന്നുണ്ട്. 4800 to 5100 വരെ ഇതുവരെ വിളിച്ചു പോയത് കണ്ടു. അപ്പോൾ റീറ്റെയിലിന് വിൽക്കാനായിട്ട് വാങ്ങുന്നവരുമുണ്ട്. വാങ്ങിച്ചിട്ട് ഇത് എണ്ണി കൊടുക്കും. അപ്പോൾ അതവരിങ്ങനെ ഇത് ഭയങ്കര ക്ലസ്റ്റർ പോലെ ഇങ്ങനെ കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഒരു കൊല പോലെ. അപ്പോൾ അതിൽ നിന്ന് ഇളക്കി വെച്ചിട്ട് എണ്ണി കൊടുക്കും. അതിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനെ വരുന്നവരുണ്ട്, വീടുകളിൽ നിന്ന് വരുന്നവരുണ്ട്. പല കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. പക്ഷേ ഇതാണ്. അപ്പോൾ ഒരു വള്ളത്തിൽ പോകുന്ന ആളുകളെന്ന് പറയുന്നത് ഒരു വള്ളത്തിൽ 3 പേര് കാണും, ചിലപ്പോൾ 4 പേര് കാണും. അപ്പോൾ ഓരോരുത്തരും ഒരു കുട്ട നിറച്ച് പിന്നെ ഈ ഒരു ചിപ്പി കിട്ടുമ്പോഴാണ് അവർ തിരിച്ചു കയറുന്നത് എല്ലാവർക്കും. അപ്പോൾ ഒരാളുടെ ഈ അധ്വാനത്തിന് ഒരു 5000 to 5100 റുപ്പീസ് കിട്ടുന്നു, അത്രേ ഉള്ളൂ. അത് അവരുടെ ഒരു ദിവസത്തെ വേതനം പോലെ അവരെടുക്കുന്നതാണ്. അതാണ് അവരുടെ ലാഭം. പക്ഷെ അത്രയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടൊന്നും ഇത്ര വിലയില്ല, പക്ഷെ ഇപ്പോഴാണ് ഇത്രയൊക്കെ വില കിട്ടി തുടങ്ങിയത്. നമുക്കുള്ള ചിപ്പി എന്ന് പറയുന്നത് ആ റാഫി എന്ന് പറഞ്ഞ ആളിനെ ഏൽപ്പിച്ചിരിക്കുക. പുള്ളി ഇപ്പോൾ ലേലത്തിൽ പിടിക്കുമല്ലോ, ആ കൂട്ടത്തിൽ എനിക്കും കൂടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-300 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുള്ള് വേണ്ട, പക്ഷേ ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു കുട്ട എടുത്താൽ 400-450 എണ്ണം കാണും ചിലപ്പോൾ. എന്തായാലും ഒരു 300 മതി. പുള്ളി എടുക്കുന്നതിൽ നിന്ന് നമുക്ക് മേടിക്കാം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കോവളം സൈഡിലുള്ള ഈ ഏരിയ അവിടെയും
കല്ലുമേക്കാട് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിടിക്കുന്നത് അവിടെ ആ ഭാഗത്തും കൂടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ റാഫിയുടെ കല്ലുമേക്ക എത്തും. കാര്യം ഈ പുള്ളി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, കുറച്ചുകൂടി ഫ്ലഷി ആയിട്ടുള്ളത്. അത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാനും വെയിറ്റ് ചെയ്ത് പോയിട്ട് തിരിച്ച് വന്ന് എടുത്തിട്ട് പോകാം. നമ്മൾ രാവിലെ തന്നെ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ മീൻസ് ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. 8 അല്ല, ഇപ്പോൾ ഒരു 8:30 മണി കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ അറിയോ, ഇത് കോവളം ഏരിയയിലാണ്. ഇവിടെയും ഇതുപോലെ കക്ക പിടിക്കുന്ന ആ ഒരു കാഴ്ചയുണ്ട്. ഇത് ഹോട്ടൽ ലീലയുടെ അടുത്തുള്ള ബീച്ചാണ്. ഇത് വേറെ റൂട്ടിലൂടെ നമ്മൾ കോവളം ബീച്ചിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ ക്ലീനിങ്ങിൻ്റെ അല്ലേ? ഓ, കപ്പൽ സിവിൽ ഡിഫൻസിൽ നിന്നാണോ നിങ്ങൾ? ഓക്കെ. അതായത് കൊച്ചിയിലൊരു കപ്പൽ മറിഞ്ഞല്ലോ, അതിൽ നിന്ന് കുറേ അത് എന്തായിരുന്നു, അത് ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. എന്തായിരുന്നു അത്? പ്ലാസ്റ്റിക്കിന്റെ പീസസ്. അതിനെന്തോ പേര് പറയുമായിരുന്നല്ലോ, അത് പ്ലാസ്റ്റിക് ഗ്രാനുവൽസ്. ഇതായിരുന്നു ഇഷ്ടം പോലെ അതിനകത്തുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഒരു കണ്ടെയ്നേഴ്സാണ് കടലിൽ പോയത്. അതിങ്ങനെ ഒഴുകി പലയിടത്തും പോയി. അത് ഈ ഭാഗത്ത് വന്നതെല്ലാം അവർ അടിച്ചടിച്ചടിച്ചെടുക്കുകയാണ്. സിവിൽ ഡിഫൻസിൻ്റെ ആൾക്കാരാണ് കേട്ടോ, യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവരെടുത്തത്. ഓ, ഒരു വള്ളം വന്ന് കയറുന്നു. ഇതേ നോക്കിയാൽ വള്ളത്തിനെ വലിച്ചു കയറ്റുന്നു. ഇതെന്താ മീനാ? അയ്യോ, ഇത് മീൻ കിട്ടാണ്ട് തിരിച്ചു വന്നതാണ് കേട്ടോ വള്ളക്കാർ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ഇപ്പം സീസൺ അല്ല. അവർ വിളിച്ച് വലിക്കുന്നത് നോക്കോളൂ. ചാളത്തടിയിൽ കൊണ്ടുവന്ന ഇവിടുന്ന് പിടിച്ചോണ്ട് വന്ന കേട്ടോ ഈ ഭാഗത്ത്. ചെറുതാ? ഓ, ഇത് കുറച്ചുകൂടി ചെറുതാണ്, പക്ഷെ ഇത് തോരൻ വയ്ക്കാൻ ഗംഭീരമാണ്. തോരൻ വയ്ക്കാം അല്ലേ? പൊരിക്കാം. ഓക്കെ, ചതയുണ്ട്. കണ്ട ചെറുതാണെങ്കിലും നല്ല മാംസം ഉള്ളതാണ് അല്ലേ? അത് ഈ ഭാഗത്തുനിന്ന് പൊടിക്കുന്നതാണ് അല്ലേ? ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ. ഈ പാറയുടെ നമ്മളിപ്പോൾ ഈ കടലിൻ്റെ സൈഡിലൂടെ നടന്ന് ആ പാറക്കൂട്ടങ്ങളുടെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. കുറച്ച് നടക്കണം, എന്നാലും അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴേ കാലം വരയ്ക്കത്തില്ല എൻ്റെ അമ്മോ. അയ്യാ, വാവ്, എന്ത് ഭംഗി നോക്കൂ. നമ്മൾ ആ പാറയുടെ അടുത്തേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വഴിയുണ്ട്, നടന്ന് പോവാം. ഇതേ പാറക്കൂട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇത് ഇവിടെയൊക്കെ ചിപ്പി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചിപ്പിയാണേ. അത് കൂടി ഇരിക്കുന്നില്ലേ, ആ വള്ളത്തിൻ്റെ അവിടെ നിന്ന് സൈഡിലൂടെ നടന്ന്. ഇത് ശരിക്കും ലീല ഹോട്ടലിൻ്റെ ബാക്കിലുള്ള പ്രോപ്പർട്ടിയാണ്. പഴയ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു താഴെ, അതിൻ്റെ സൈഡിലൂടെ ഉള്ള റോഡാണ്. വാ, ഇത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു കിടക്കണം. അതാലോചിക്കുമ്പോൾ ഒരു സ്ലോപ്പിൽ വന്ന് നിൽക്കരുതേ. എൻ്റെ ഫ്രണ്ടിൽ കടലാണ്, നോക്കിക്കോളൂ. കോവളം ചിപ്പി. ഇതാ ഉരുളിക്കാരൻ വെള്ളത്തിൽ മീഡിയം ടൈപ്പ്. ഇതിന് ചത കൂടുതലുണ്ടോ? കുറവ്. തോരൻ വയ്ക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കോവളം ചിപ്പിക്ക് വേറൊരു വൈബാണ്. ഇദ്ദേഹം വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ മുങ്ങി എടുത്തിട്ട് വന്നാണ്. ഈ പാറയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സംഭവമാണിത്. ഞണ്ട്, കുട്ടി ഞണ്ട്, ചെറിയ മീനുകൾ. അയ്യോ, അതെ കുഞ്ഞു ഞണ്ട് കണ്ട. അയ്യാ, കുഞ്ഞു ഞണ്ട്. ഇതെന്തിറച്ചി? ഇതെന്ത് മീനാ? ഓ, ഇത് നമ്മുടെ കക്കയുടെ. ഓക്കെ, കക്കയുടെ അകത്തെ പച്ചയ്ക്ക് കഴിക്കാനാ. എൻ്റെ ഓ, പച്ചയ്ക്ക് കഴിക്കുന്ന ഫ്ലഷ് ഉണ്ടോ? ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഈ സൈസ് ചെറുതാട്ടോ, പക്ഷെ നൈസ്. ഒരാൾ കഴിക്കുന്നു. സതീഷ് ഇതാ പച്ചയ്ക്ക് കഴിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. വലിപ്പമുണ്ട്. തുറക്കാനാണ്. ആ, ചെറുതും വലുതുമായിട്ട് കമ്പയർ ചെയ്യണേ പുള്ളിക്കാരൻ. ഇവിടെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. ആ, ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇവിടെ കണ്ടോ ഈ പാറയിലെല്ലാം പറ്റിയിരിക്കുന്ന കണ്ടോ?
ഇതൊക്കെ ചിപ്പിയാണ് കേട്ടോ. ഉണ്ട് കൊണ്ടുവരുന്ന നോക്കിയേ. ആ കയ്യിലിരിക്കുന്ന ഒരു ആയുധം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കുത്തി കുത്തി ഇളക്കുന്നത് പാറയിൽ നിന്ന്. അവർ മേടിക്കാൻ നിൽക്കുന്ന 2 ലേഡീസാണ്, അവർക്ക് കൊടുക്കുകയാണ്. ഒരു ചാക്കായി ഇനിയുണ്ട്. ഇത് തൂക്കിക്കൊണ്ടാണ് പോണേ. മനസ്സിലായി. അവര് വയറിന്റെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിടും ആ നെറ്റ് പോലത്തെ സംഭവം. എന്നിട്ട് അരയിൽ മറ്റേ ആ കത്തി പോലെ ഇരിക്കുന്ന ആ സാധനം വെച്ചിരിക്കും. ആ പാറയുടെ ഇടയിൽ പോയിട്ട് മുങ്ങി പിന്നെ കുത്തി ഇളക്കി. അതിമനോഹരമായ കാഴ്ചകളാണിത്. ഈ ഒരു ആ ചാളത്തടിയിലൊക്കെ പോയിട്ട് ആൾക്കാർ നോക്കിയേ, ആ വെള്ളത്തിൽ മുങ്ങി. ഇവിടെ എല്ലാം ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നാണ് അവർ കൊണ്ടുവരുന്നത്. ഞാൻ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുകയാണ്. നല്ലൊരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് എന്താ പറയുക, സ്റ്റീപ്പ് ഏരിയയാണ്. ഇവിടെ അധികം ആൾക്കാർ വരുന്ന ഒരു ഏരിയ അല്ല. ഒരു സഞ്ചി നിറച്ച് കിട്ടിയിട്ടുണ്ട്. പുള്ളി അത് കൊണ്ടുവന്നിട്ട് ചാക്കിലേക്ക് മാറ്റുകയാണ്, അവർക്ക് കൊടുക്കുകയാണ്. അവരത് മേടിച്ചതാണ്. നോക്കൂ, ഇത് എണ്ണി കൊടുക്കുകയാണോ? ഒരെണ്ണം 15 രൂപ, അത്രയേ ഉള്ളൂ. ഓക്കെ, 100 എണ്ണം 1500 അല്ലേ? ഈ കാഴ്ചകൾ കാണാനും പകർത്താനും നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് വന്നത്. നമ്മൾ പക്ഷേ ഇവിടെയും വാങ്ങിക്കാൻ പറ്റുമെന്ന് കാണിച്ചു. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്ത് പറഞ്ഞ് വെച്ചിരിക്കുന്നു, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഇതങ്ങനെ എല്ലാവരും വരുന്ന വഴിയല്ല കേട്ടോ. ഇത് കുറച്ച് കഠിനമായ വഴിയാണ്, കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇവിടെ വന്നാലും വാങ്ങാനേ ഉള്ളൂ. കുറച്ച് പേര്, ഒരു 5-6 പേര് സ്ഥിരം അറിയുന്നവർ മാത്രമേ വരുള്ളൂ. എനിക്കത് കുറച്ചുകൂടി അടുത്ത് നിന്ന് എടുക്കണം എന്ന് തോന്നിയതുകൊണ്ട് ആ പാറയുടെ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കയറി വന്നത്. അല്ലാണ്ട് ചിപ്പി വാങ്ങിക്കാൻ നിങ്ങൾക്ക് കോവളം ഈ ഏരിയയിലൊക്കെ നിന്നാൽ മതി. കടലിൻ്റെ ആ ഭാഗത്ത് കോവളം ചിപ്പി കിട്ടും. വിഴിഞ്ഞം ഭാഗത്ത് പോയാൽ ലേലത്തിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. വഴി അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ പറ്റിയ വഴിയല്ല. അതൊന്നുകൂടി പറയുകയാണ്. ഞാൻ വന്നു എന്ന് വിചാരിച്ചാൽ എല്ലാവരും കയറി വരാൻ നിൽക്കണ്ട. കാരണം ഇത് കുറച്ച് അപകട സാധ്യത കൂടുതലുള്ള വഴിയാണ്. ഇവിടെ വേറെ ഫെൻസിങ്ങോ ഒന്നുമില്ല. കടലിനോട് ചേർന്ന് പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കോസ്റ്റ് ഗാർഡൊന്നും ഇങ്ങോട്ട് വിടില്ല. ഇവിടെ കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ ഈ കടലിൻ്റെ, അവരിങ്ങനെ വിസിലടിക്കും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ. അത് സമ്മതിക്കില്ല സാധാരണഗതിയിൽ. നമ്മൾ പറഞ്ഞ് പെർമിഷൻ എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഈ വഴിയിൽ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ കുറച്ച് കാട് പോലെയൊക്കെ കാണുമല്ലോ, പാമ്പും ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകേണ്ട ഏരിയാസാണ് ഇതൊക്കെ. പോകണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്തില്ല. വാ, എന്തൊരാശ്വാസം. ഇത്രയും വെയിൽ ചൂട്, പക്ഷേ വെള്ളം നല്ല ഐസ് കോൾഡ് വാട്ടർ. കടലിൻ്റെ അടുത്ത് വന്നിട്ട് കാല് നനയ്ക്കാതെ പോകുന്നൊരു മര്യാദകളല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ആളാണ് ഈ കടൽ. നമ്മളിത് ആ ഭാഗത്താണ് പോയി നിന്നത് കേട്ടോ, ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ. കടൽ കണ്ടാൽ പിന്നെ തിരിച്ചു കയറാനേ തോന്നില്ല. ഓ സോ നൈസ്. വലിയൊരു തല വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കൊക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് മീനിനെ പിടിക്കാനാട്ടോ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. എന്താ പേര്? കബീർ. കബീർ എവിടെ വീട്? അമരവള. ഓ സന്തോഷം, താങ്ക് യു, താങ്ക് യു. പല സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ ചെയ്തിട്ടുണ്ട്. ഷോപ്പുണ്ടോ? കോഫി ഷോപ്പ് ഉണ്ട്. കോഫി ഷോപ്പ്. അവിടെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? നമ്മുടെ പെട്ടുകേക്കൊക്കെ ഉണ്ടാക്കി. ശരി, ഓ സന്തോഷം. പല കേസുകൾ. ഓക്കെ ഓക്കെ, സന്തോഷം. നമ്മുടെ LN വ്ളോഗ്സിൻ്റെ ഒരു ഫോളോവർ, ഒരു ഫോട്ടോ. ഓക്കെ. കോവളം ബീച്ചിൽ നിന്ന് തിരിച്ച് വിഴിഞ്ഞം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം നമ്മുടെ ലേലം വെക്കുന്ന സ്ഥലത്ത് നമുക്കുള്ളത് ലേലത്തിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല
കക്ക അത് പോയി എടുത്തിട്ട് വരാം. സതീഷും നേരത്തെ തന്നെ ഇവിടെ എത്തി. നമ്മുടെ മുന്നേ മറ്റേ കാറിൽ വന്നു. അപ്പോൾ അവർ അവിടെ അതെല്ലാം എടുത്ത് വെയിറ്റ് ചെയ്തു. നല്ല കക്ക നോക്കി എടുത്ത് വെച്ചിരിക്കുക. ഇത് 4500 രൂപയാണ്. 4500. ഓ, ട്രാഫി റെഡിയാക്കി അടിപൊളി കക്ക. ഇതൊരു 10-400 വരുമോ? 400-നകത്ത് വരെ നമ്മുടെ കക്ക. ഇതിവിടെ വെച്ചാൽ വിൽക്കും. ഒറിജിനൽ സാധനം, നല്ല വലിപ്പവും, ഏറ്റവും സർട്ടിഫൈഡ്, ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, 4100 തരാന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കാൻ പോണു. നമ്മൾ കുക്ക് ചെയ്യാൻ പോണു. വെള്ളായണി കായലിന്റെ പരിസരത്ത് പോയി ഉണ്ടാക്കാൻ പോവാ. ഗൂഗിൾ പേ ചെയ്യാവേ. ഓക്കെ, ശരി. അപ്പൊ 4100 തന്നിരിക്കും ഡിസ്കൗണ്ടിൽ. വേണ്ട കൊടുക്കാം. എപ്പോഴും കിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും മാർക്കറ്റ് റേറ്റ് 5000 ഒക്കെ ഉണ്ട് ഒരു കുട്ടിക്ക്. ഇതിപ്പോൾ എനിക്ക് ഒരു കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് 4100 തന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. എന്താണ്, കപ്പയും മധുരക്കിഴങ്ങും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. മരിച്ചീനി ചിപ്പിയുടെ കൂടെ ഇട്ട് വേവിക്കാനായിട്ട്. വെള്ളായണിയുടെ അടുത്ത് മുട്ടയ്ക്കാട് ആ ഭാഗത്തുള്ള വയൽ പ്രദേശത്ത് നിൽക്കുന്നു. അഭിജി എത്തിയിട്ടുണ്ട്, സതീഷിൻ്റെ വൈഫ്. കുട്ടികളൊക്കെ സ്കൂളിലാക്കിയിട്ട് വന്നിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചിപ്പിയും മധുരക്കിഴങ്ങ് കപ്പയെല്ലാം ഇട്ട് വേവിക്കാൻ പോവാണ്, പുഴുങ്ങി കഴിക്കാൻ. വിജി എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ജോയിന്റ് വെഞ്ചർ അല്ലേ? അതെ. നല്ല ഫ്രഷ് ചീര പയർ എല്ലാം ഉണ്ട് ഇവിടെ. മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോയും കപ്പ ടാപ്പിയൊക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ചിപ്പിയുടെ കോമ്പിനേഷൻ. അപ്പോൾ ഇപ്പോഴൊന്നും വീട്ടിൽ കയറുന്നില്ല. ഇനി നമ്മൾ വെള്ളായണി സ്ഥലത്താണ് നിൽക്കുന്നത്, വെള്ളായണി പരിസരത്ത് തന്നെ നിൽക്കുന്നു. കായൽക്കരയിൽ നിന്നൊരു കുക്കിംഗാണ് നിങ്ങളിനി കാണാം. നമ്മൾ ചിപ്പിയുമായി ഇപ്പോൾ വെള്ളായണി കായലിൻ്റെ തീരത്തു കൂടി നടക്കുന്നു. ഇവിടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു വില്ലേജ് കുക്കിംഗ് പോലെ, ഒരു നാട്ടിൻ പുറത്ത് കുക്ക് ചെയ്യില്ലേ അതുപോലെ ചെയ്യാൻ പോവാണ്. ഒരു ഓപ്പൺ സ്പേസിൽ കപ്പ മേടിച്ചു, മധുരക്കിഴങ്ങും മേടിച്ചു, ചിപ്പിയും കയ്യിലുണ്ട്. 400 ചിപ്പിയുണ്ട്. അത് ഫുൾ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതി എടുക്കാം. ബാക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അത് പക്ഷേ ഞാൻ വേറൊരു വീഡിയോയിലായിരിക്കും കാണിക്കാൻ പോകുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിവേകുണ്ട്, സതീഷിൻ്റെ വൈഫൊക്കെയാണ് മെയിനായിട്ട്. ഇന്ന് വിജി എല്ലാവരും കൂടെയാണ് കുക്ക് ചെയ്യാൻ പോണേ. കായൽ കിടക്കുന്ന നോക്കി. ഇത് കായലിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്, നമ്മുടെ പ്ലോട്ട് ഇരിക്കുന്ന ഏരിയ അല്ല, ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ തണലുള്ള സ്ഥലം. ഇതിപ്പോൾ നമ്മൾ മുറ്റത്തിരിക്കാന്ന് വെച്ചാൽ നടക്കുന്നില്ല കേട്ടോ. റോഡ് സൈഡ് ഇവിടെയൊക്കെ ഭയങ്കര വെയിലായി. ഇത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ, ഇവിടെ ഒരു വില്ലയാണ് കേട്ടോ. ഇതിനകത്ത് ഇവിടെ ആരും ഇല്ല, ലേക്ക് വ്യൂ വില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരിചയമുണ്ട്. ഒരു ഈ വാതിലൊക്കെ തുറന്ന് നമുക്കകത്തൊക്കെ പോകാൻ പറ്റും. അതിൻ്റെ കെയർ ടേക്കർ വരാമെന്ന് പറഞ്ഞപ്പം ആ ഭാഗത്ത് മുറ്റത്ത് വെച്ച് ചെയ്യാം, തണലുള്ള ഭാഗം നോക്കിയിട്ട്. കായൽ വെളിയില്ല, പക്ഷെ ഇവിടെ വെയിലായിപ്പോയി. ഇത് കൊള്ളാം, നല്ലൊരു ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇത് ലേക്ക് വ്യൂ, എന്താ പറഞ്ഞ എൻ്റെ പേര്? ലേക്ക് വ്യൂ റിസോർട്ട്. നേരെ ലേക്കാണ് കേട്ടോ കാണുന്നത്. നല്ല റിസോർട്ട്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. വില്ലായിട്ടും കൊടുക്കും, റൂംസായിട്ടും കൊടുക്കും. വെള്ളായണി വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് ഇവിടെ താമസിക്കണം എന്നുള്ളവർക്ക് താമസിക്കും. കൊള്ളാമല്ലോ, അടിപൊളി. പിന്നെ മേളിലൊരു ഇതേ കണ്ടല്ലേ, മേളിൽ നിന്ന് വേണമെങ്കിലും കാണാം. പക്ഷെ ഇപ്പോൾ വെയിലായതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലേ. തടിയുടെ സ്റ്റെയർ കേസ്. ഇത് ബാൽക്കണി വ്യൂ, നേരെ കായൽ. ഇതാണ് ലേക്ക് വ്യൂ റിസോർട്ട്. കൊള്ളാമല്ലോ, അടിപൊളി. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഇവിടെയാണ്
പാചകം ചെയ്യാൻ പോണേ. അവിടെ പോയി കംപ്ലീറ്റ് നീർക്കാക്കി ഇപ്പോൾ റെസ്റ്റ് എടുക്കണം. ആ മരച്ചില്ലയിലെല്ലാം എത്ര പേരുണ്ട് അവിടെ. സൈലൻറ്റ് പ്ലേസ്, ആൾക്കാർക്കൊന്ന് താമസിക്കാം. വീടിൻ്റെ വരാന്തയിലിരിക്കുന്നു. ഇവിടെ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. ബിക്കോസ് കാറ്റും ഉണ്ട്, മേളിൽ ഫാനും ഉണ്ട്. ചാരു കസേരയിൽ ഇനി ചിപ്പി വൃത്തിയാക്കണം. എൻ്റെ പൊന്നു. അപ്പോൾ അതെ, തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ചിപ്പി ക്ലീനിങ്. സതീഷാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. സതീഷുണ്ട്, വിവേകുണ്ട്, ശിവയുണ്ട്. ക്ലീൻ ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ആ വെയിലത്ത് ഇപ്പോൾ പകുതി വെയിലും പകുതി. ഇതിപ്പോൾ ആദ്യത്തെ ക്ലീനിങ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങും. അന്നേരം ഇതിങ്ങനെ വിടർന്ന് വരും അകത്തുള്ള കാര്യങ്ങൾ. ഇതിങ്ങനെ പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് കുറേ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയത്. ഇത്രയും വൃത്തിയാക്കണം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കിഴങ്ങ് മറ്റേ കപ്പയുടെയും മധുരക്കിഴങ്ങിൻ്റെയും കൂടെ ഇട്ട് വേവിക്കുന്നത്. 5-6 വെള്ളത്തിൽ കഴുകും ഇത് കഴിഞ്ഞിട്ട്. എന്നിട്ടാണ് ആ കപ്പയുടെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ. അല്ലെങ്കിൽ അതിൽ ഡയറക്റ്റായിട്ട് ഇടുകയല്ലേ, അപ്പോൾ അത്രയും ക്ലീൻ ആയിരിക്കണം. ഇതിൻ്റെ സ്വാദാണ് അതിൽ ഇറങ്ങേണ്ടത്. ഇതിൽ നിന്നുള്ള ആ ഒരു ദാറ്റ് ഈസ് എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റോക്കിലാണ് ഈ ഇത് കിടന്ന് വേകുന്നത്. അപ്പോൾ ഇതും വേകും, കപ്പയും വേകും, മധുരക്കിഴങ്ങും വേകും. ഇതിങ്ങനെ അതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പാരസൈറ്റ്സ് എല്ലാം പോവാണ്. ഇതിൻ്റെ ഈ ബലത്തിലാണ് പാറയിലൊക്കെ ഇങ്ങനെ അള്ളി ഇങ്ങനെ ഇരിക്കുന്നത്, അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. മുല്ലൂർ എന്നുള്ള പ്രദേശത്തുള്ള ചിപ്പി. മൂര മീൻസ് ഓയിസ്റ്റർ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ അദാനിയുടെ പോർട്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ കംപ്ലീറ്റ് പാറകളും തകർക്കപ്പെട്ടു. ഓഹോ. അതോടുകൂടി അവിടുത്തെ ചിപ്പി വംശനാശം നേരിട്ട് കംപ്ലീറ്റ്. അത് കഷ്ടമായി പോയി. പിന്നെ ഇപ്പോഴത്തെ ചിപ്പിയുടെ നമ്പർ 1 ചിപ്പി എന്ന് പറയുന്നത് കോവളം ചിപ്പി. കോവളം ചിപ്പി. അപ്പോൾ ചിപ്പി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഒരു ബക്കറ്റിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇത് നോക്കിയാൽ മധുരക്കിഴങ്ങ് യെസ് കഷ്ണങ്ങളാക്കി ഒരു ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ടു. ഇനി അതിൻ്റെ മുകളിലാണ് ഈ മരിച്ചീനി അഥവാ കപ്പ, പിന്നെ മധുരക്കിഴങ്ങ്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, കപ്പ ആൻഡ് കിഴങ്ങെല്ലാം കുറച്ചാണ്. അതിനെക്കാട്ടിലും ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് ചിപ്പിയാണ് നമ്മളിടുന്നത്. ഈ ചിപ്പിയുടെ സ്റ്റോക്കിലാണിത് വേകുന്നത്. അതിൻ്റെ സത്ത് കംപ്ലീറ്റ് കിട്ടും. വീണ്ടും ചിപ്പി ഇടുന്നു. നടുക്ക് സാൻഡ്വിച്ച് പോലെയാണ് കപ്പയൊക്കെ കിടക്കുന്നത്. ഫുൾ ചിപ്പീസ്. ഏകദേശം 180 നമ്മൾ ഇടുക കേട്ടോ. എണ്ണിയില്ല, ഞാൻ എണ്ണിയില്ല, ഇവരാണ് എൻ്റെ ആൾക്കാർ. ഓ ഇഷ്ടം പോലെ അങ്ങനെ ചിപ്പീസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അടുപ്പിലേക്ക് വെച്ചിട്ട് വേവിക്കുന്നു, പുഴുങ്ങിയെടുക്കുന്നു. നമ്മളെല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസിൽ നിന്നുകൊണ്ട് കുക്ക് ചെയ്യുന്നു. അടുപ്പ് കൂട്ടുന്നില്ല, പക്ഷേ ഗ്യാസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓ നല്ല കാറ്റ്. വെയിലുണ്ട്, കാറ്റുമുണ്ട്. യെസ്. ഇത് നിറച്ചൊരു 150 ചിപ്പിയും ഒരു 2 കിലോളം വരും അല്ലേ, കപ്പയും ഇതും കൂടെ ചേർന്ന്. എല്ലാവരും വരൂ. നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. മീനുണ്ടോ? മീന് ഉണ്ടെന്ന്. ഓ മൈ ഗോഡ്. ഇതെല്ലാം കായലിൻ്റെ പാർട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു. അയ്യോ അതേ വഴിയിൽ നമ്മൾ വഴിയിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. അതേ ചേട്ടൻ വരുന്നതൊക്കെ പുല്ലൊക്കെ ആയിട്ട്. 2 വീലറിൽ ഇത് മിക്കവാറും സൈഡിൽ നിന്ന് പൊയ്ക്കോളൂ, സ്ഥലമുണ്ട്. അയ്യോ പുള്ളിക്കാരൻ്റെ ലോഡ് സാധനം ഇത് തട്ടോന്ന് പേടിച്ച് ഇങ്ങനെ വരികയാണ്. യെസ്, നമ്മൾ നാട്ടുവഴിയിൽ നിന്നാണ് കുക്കിങ്. ഈ സൈഡിൽ വായു പിടിച്ച് ശുദ്ധ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇപ്പോൾ നട്ടുച്ച സമയം 12:30. ഈ നല്ല വെയിലാണ്, പക്ഷേ നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യില്ല. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ്, വെള്ളത്തിലിങ്ങനെ മീൻ പിടിച്ചു പോകുന്ന ചേട്ടന്മാർ. നമ്മൾ അടുപ്പ് കത്തിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം ഇവിടെ എല്ലാം വേറെ ഓലയൊക്കെ കിട്ടിയത്. തെങ്ങിൻ്റെ അല്ല, നമ്മുടെ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് സൈഡിലാണ്, ആ സൈഡിൽ.
നമ്മളിപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള ആ റിസോർട്ട് നമ്മളിപ്പോൾ അവിടെ നിന്നല്ലേ ക്ലീൻ ചെയ്തത്, അവിടുത്തെ ഫ്രണ്ടിലുള്ള റോഡായത്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ, എന്നിട്ട് വേണം കഴിക്കാൻ. ആവി വന്ന് തുടങ്ങി. വൈകുന്നേരത്തേക്ക് വേണ്ടി വില ഇടുകയാണേ. 45 മിനിറ്റ് കഴിയുമ്പോൾ ഈ നെറ്റ് വലിക്കും എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ചിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടിയിരിക്കുന്നതെന്ന്. എന്ത് രസമല്ലേ ഈ നാട്ടിൻപുറങ്ങളും ഗ്രാമവും ഒക്കെ. വെരി നൈസ്. ഇത് ഒരു ഹോൾ റിസോർട്ട്, ഇത് 3 റൂംസ് ഉണ്ടെന്ന് പറഞ്ഞേ. ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഹോൾ 3 റൂംസും ഈ ഫുൾ റിസോർട്ട് വിത്ത് കിച്ചൺ എല്ലാം കൂടി ചേർത്ത് 8,000 റുപ്പീസൊക്കെ ആവുള്ളൂ ഒരു പെർ ഡേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോഴേ 10-15 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗെദർ, ഫ്രണ്ട്സ്, ബെസ്റ്റ് പ്ലേസ്. ഇപ്പം ആരില്ല. അങ്ങനെയാണ് ഇവിടെ സംവിധാനം. അതെ, കായൽ വൈബും ഇതുപോലെയൊക്കെ വേണമെങ്കിൽ പാചകം ചെയ്യാം. അതെ, ഇവിടെ തന്നെ വേണമെങ്കിൽ ലൈവായിട്ട് മേടിച്ച് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാം. ഗ്രില്ലിങ്ങിൻ്റെ ഫെസിലിറ്റി ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് പുറത്തുകൊണ്ട് വെച്ചിട്ട് ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ ഗ്രില്ല് ചെയ്യാം. ശരിക്കും നല്ല വൈബായിരിക്കും ആ സമയത്തൊക്കെ. ഈ വെള്ളായണി കായൽ ഏറ്റവും വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കായലാണ്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്, അതിമനോഹരിയാണ് വെള്ളായണി കായൽ. ഇത് വവ്വാമൂല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിൻ്റെ മറ്റൊരു ബണ്ട് റോഡ് ഉള്ളതാണ് കാക്കാമൂല. അവിടെ ഒരു വലിയ ബ്രിഡ്ജ് വരാൻ പോവാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ സാധാരണ ഇപ്പോഴത്തെ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ അവിടെ ബ്രിഡ്ജ് വരും. അങ്ങനെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തി. നമ്മുടെ ചിപ്പി വിത്ത് കപ്പ ആൻഡ് മധുരക്കിഴങ്ങ് ഇവിടെ സെറ്റ്. വാവ്, എല്ലാം വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടല്ലോ, ഓപ്പണാവും. ഭയങ്കര ചൂടാണേ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റിലാണ് ആ കപ്പ വെന്തിരിക്കുന്നത്. അതിനി ഒരു ഇലയിലേക്ക് തട്ടാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് നമ്മൾ വെള്ളമേ ഒഴിക്കാൻ പാടില്ല. വെള്ളം അതിൽ നിന്ന് ഊറി വരും. ആ വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ, അതിൽ കിടന്നാണ് വേകുന്നത്. പിന്നെ ഇച്ചിരി എക്സ്ട്രാ വെള്ളം ഉണ്ടായിരുന്നു, അത് ഊറ്റി മാറ്റി. പിന്നെ സതീഷ് വീട്ടിൽ നിന്ന് കുറച്ച് ചട്നിയെല്ലാം വൈഫ് കൊടുത്തു വിട്ടു. പിന്നെ കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ തൽക്കാലം പോയി കുറച്ച് ചമ്മന്തിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതാണ് ചട്നി അല്ലേ? ഓക്കെ, ചമ്മന്തി, മുളക് ചമ്മന്തി. വാവ്, അടിപൊളി. കപ്പ, ചിപ്പി, മധുരക്കിഴങ്ങ് എല്ലാം കൂടി ഉള്ളത് കോംബോ. വാവ്, ഇത്രയേ ഉണ്ട് ഇവിടെ കഴിക്കാനായിട്ട്. ഞാനുൾപ്പെടെ 5 പേരേ ഉള്ളൂ. സതീഷും വിവേകമാണിത് കംപ്ലീറ്റ് തീർക്കാൻ ഏറ്റിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അതെ വൈഫ് സ്നേഹപൂർവ്വം. ഒരു ചിപ്പി, പക്ഷെ ഭയങ്കര ചൂടാണേ, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഇളക്കാം. ഇതിലൊരു സാധനമുണ്ട്, ഇതിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടണം. അതിങ്ങനെ ചിപ്പിയുടെ അടപ്പ് വെച്ചിട്ട് പിന്നെ ഇത് കഴിക്കുമ്പോൾ ഈ കാര്യം കൂടെ എടുത്ത് കളയുക. ഒരു ചകിരി പോലെയുള്ള കാര്യം. ഞാൻ ഈ ബ്ലാക്കും കൂടെ മാറ്റിക്കോട്ടെ, എനിക്ക് ആ ബ്ലാക്ക് ഇഷ്ടമല്ല കഴിക്കുന്നത്. ഇതെല്ലാം മാറ്റുമ്പോൾ കുറഞ്ഞു വരും ക്വാണ്ടിറ്റി വൈസ്, പക്ഷേ അതാണ് എൻ്റെ ഒരു രീതി. വേണമെന്നുള്ളവർക്ക് അങ്ങനെ. ഇത് മുളക് ഇതിൽ മുക്കിയിട്ട് സൂപ്പർ. മധുരക്കിഴങ്ങ് ചൂട് മധുരക്കിഴങ്ങിനെ ഒന്ന് മുറിച്ച് വയ്ക്കുകയാണ് എളുപ്പത്തിന്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ചൂട് സ്ട്രെയിറ്റ് ഫ്രം സ്റ്റൗ ആണ്. ഇത് ഒരു ചിപ്പിയും കൂടി ഞാൻ എടുക്കാൻ പോകുന്നു. പ്രോസസ് ഫ്ലഷി അല്ല, ഒന്നാം തരം ചിപ്പിയാണ്. വാ, ചൂട്. ഇങ്ങനെയാണ് കഴിക്കണ്ടേ. മധുരക്കിഴങ്ങും ഇത്രയും സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത്. വാ, കുറച്ച് ആ ചമ്മന്തി പറയാതിരിക്കാൻ വയ്യ, വിജിയോട് പ്രത്യേകം പറയണം. എക്സലൻറ്റ്. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അത് ഞാൻ വേറൊരു അവസരത്തിൽ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അതെ, നോക്കിയേ, കപ്പയല്ല ഇത്, ഞാൻ മധുരക്കിഴങ്ങിന് തന്നെയാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്ത് ടേസ്റ്റ് അല്ലേ. അതൊരു സമൂഹ സദ്യ പോലെ നമ്മൾ കഴിക്കണം. ക്യാമറ എടുക്കുന്ന ആളും സഹായിക്കുന്ന ആളും എല്ലാവരും വരും, ജോയിൻ ചെയ്യും.
അങ്ങനെ ഒരു അടിപൊളി ദിവസം നമ്മളെല്ലാവരും കൂടി ഗംഭീരമായിട്ട് വിഴിഞ്ഞവും കോവളവും ഒക്കെ കവർ ചെയ്ത് ചിപ്പിയുടെ സീസൺ ആഘോഷിക്കുമായിരുന്നു. എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാമോ. അപ്പോൾ ഇനി എല്ലാവരും ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ നമ്മൾ അകത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ പുറത്തൊക്കെ ആയിരുന്നു കൂടുതൽ സമയം. അപ്പോൾ അവർക്ക് കീ എല്ലാം പൂട്ടി തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കാർ ഇസ് വെയിറ്റിംഗ് പോകാൻ പോകുന്നു. അപ്പോൾ ഇനി ചിപ്പി കംപ്ലീറ്റ് നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇനി എനിക്ക് ചിപ്പി കൊണ്ട് ഇനിയും ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഈ വീഡിയോ. അപ്പോൾ എന്തായാലും ഇത് എൻജോയ് ചെയ്യേണ്ടത്, കാരണം ചിപ്പി സീസൺ ട്രിവാൻഡ്രത്ത് വന്നാൽ ഇതുപോലെയൊക്കെ പോയി വാങ്ങുക, നന്നായിട്ട് ഉണ്ടാക്കുക, ആസ്വദിച്ച് കഴിക്കുക ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ കൂടെ. അതൊക്കെ ഒരു നല്ലൊരു രസകരമായ അനുഭവമായിരിക്കും. ഇതിപ്പോൾ കായലിൻ്റെ തീരത്തൊക്കെ വന്നപ്പോൾ എന്താ അല്ലേ സതീഷ്, എങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലേ, 7 മണി തൊട്ട് ഏതാണ്ടല്ലേ, ഇപ്പോൾ സമയം 2:30 മണിയായി. അതിനുള്ള വേർത്തായി അല്ലേ, അത്രയും പോയതും വന്നതും വാങ്ങിച്ചതും ഒക്കെ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും എക്സലൻറ്റ് റിസൾട്ടാണ്. നമുക്കൊരു സന്തോഷം, ഹാപ്പിനെസ്സാണ്. വിവേക് എന്താ പറയുക, ഒന്നാന്തരം ഫോട്ടോഗ്രാഫർ കം വീഡിയോഗ്രാഫറാണ്. ഗംഭീര, ഞാൻ എപ്പോഴും പറയുന്നത് വിവേക് കോവളം. നമ്മുടെ ഒരുപാട് വീഡിയോസ് വിവേകാണ് എടുത്തിരിക്കുന്നത്. വിവേക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ടോട്ടൽ എക്സ്പീരിയൻസ്? ഇത് വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് ചിപ്പി കഴിക്കാനും ചിപ്പി ഉണ്ടാക്കാനും ഒക്കെ കംപ്ലീറ്റ്ലി പാർട്ട് ഓഫ് ഇതിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ലോഗ്സ്. ലവ് യു.